വീണ്ടും ഒരു ചരിത്ര സത്യം ഇവിടെ യാഥാർത്ഥ്യമായിട്ടുണ്ട്. ഒട്ടേറെ കടമ്പകളോടുകൂടിയ സെൻറ് മേരീസ് പാലം, അസംബ്ലിയിൽ വരെയും ചർച്ചാ വിഷയമായ സെൻറ് മേരീസ് പാലം നാടിനു വേണ്ടി ഇന്ന് തുറന്നു കൊടുക്കി. മുഖ്യമന്ത്രിയുടെയും കിഫ്ബിയുടെയും മുഖയ്ക്ക് വിവിധ ഫണ്ടുകളിൽ നിന്നും 6 കോടി രൂപയോളം മുടക്കി ഈ പാലത്തിന് ആദ്യഘട്ടത്തിൽ സ്ഥിരം വളരെ ദുഃഖകരമായി. അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് സെൻറ് മേരീസ് പാലം തുറന്നു കിട്ടിയിരിക്കുന്നു. വളരെ മനോഹരമായിട്ടാണ് ഇതിൻ്റെ ആർക്കിടെക്റ്റ് ചെയ്തിരിക്കുന്നത്. 6 വശങ്ങളിലേക്കുള്ള പാതകളും വളരെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്നു. ഇത് സംഘടിപ്പിച്ചതിന് ശേഷമാണ് ഈ പാലം ഇങ്ങനെ ആയിരിക്കുന്നത്. ഇതിൽ എല്ലാവർക്കും ക്രെഡിറ്റ് ഉണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കല്ല, ജനകീയ മുന്നേറ്റങ്ങൾക്കാണ് ഏറ്റവും വലിയ ക്രെഡിറ്റ് ഉള്ളത്. എന്തായാലും ഈ പാലത്തിൻ്റെ ഭംഗിയും നിർമ്മാണവും വളരെ മനോഹരമായിരിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് W ന്യൂസ്. പണി ഒരു 40% കഴിയുന്ന അവസരത്തിലാണ് നമുക്കിവിടെ ഇതിന് സ്റ്റോപ്പ് മെമ്മോ കിട്ടി. പാലത്തിന്റെ ഹൈറ്റ് കൂടണം എന്നായി. 2018 പ്രളയത്തിന് ശേഷം പിന്നീടുണ്ടാകുന്ന പാലങ്ങൾക്കല്ല ഹൈറ്റ് 5 മീറ്റർ ആക്കണം എന്നൊരു നിബന്ധനയുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ കാര്യത്തിൽ ആ സ്റ്റോപ്പ് മെമ്മോ വാങ്ങുന്നു. ചില ഉദ്യോഗസ്ഥർ ഉണ്ടാക്കുന്ന പ്രതിസന്ധികളാണ് പലവരും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പാലം പണി നിലച്ചപ്പോഴേക്കും ഇവിടെയുള്ള ഇതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന വ്യാപാരികളടക്കമുള്ളവർക്കും നാട്ടുകാർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടായി. പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നിരവധി നടന്നു. ഹൈക്കോടതിയുമായി കൂടി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമായിരുന്നു അത്. ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ 3 തവണ ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ വിളിച്ചു. അതിനൊടുവിൽ നമ്മുടെ പാലത്തിന് 3 മീറ്റർ എന്നതിലേക്ക് എത്തി. ഈ പാലം വലിയ നിലയിൽ നാടിന് ആശ്വാസകരമായി മാറും. ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ എല്ലാവരും ചേർന്ന് പരിഹരിക്കുകയായി. സ്റ്റോപ്പ് മെമ്മോ ഇതിൻ്റെ പ്രവൃത്തി തടയുന്നതിന് കാരണമായി മാറി. ആ സ്റ്റോപ്പ് മെമ്മോ മാറി അത് സ്റ്റാർട്ട് മെമ്മോയിലേക്ക് എത്തുന്നതിൻ്റെ പിന്നിൽ നേതൃത്വം കൊടുത്ത വ്യക്തി ഇവിടുത്തെ MLA ശ്രീ പ്രസാദാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പറയാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ്.